അർത്ഥം മനസ്സിലാകത്തുള്ളൂ. പിന്നെ പ്രസംഗം, അതിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പ്രസംഗം ഒക്കെ നമ്മൾ ചെയ്യുന്ന പ്രസംഗം പലതരത്തിലുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുക്കും. വ്യാഖ്യാന രീതികള്, വിവർത്തനം, ഭാഷ, ഏതൊക്കെ ഭാഷകളാണ് ഉപയോഗിച്ച്, ടൂൾസ് എന്തൊക്കെയാണ് യൂസ് ചെയ്ത്, അതായത് ഡിക്ഷണറി, കമന്ററി ഒക്കെ. ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഹെർമന്യൂട്ടിക്സ് എന്ന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന. ഈ വിഷയം നമ്മൾക്ക് എടുക്കുന്നത് റവറൻ ഷൈൻ ജോൺ മാത്യൂസ് അച്ഛനാണ്. അച്ഛനെ എല്ലാവർക്കും പരിചയമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അച്ഛൻ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെക്കണേ. താങ്ക് യു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ പ്രത്യേകമായ സാഹചര്യത്തിലും ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വണ്ണം ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ കഴിവുകളെയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സാധ്യതകളെയും രൂപപ്പെടുത്തുവാൻ അവിടുന്ന് തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ദിവ്യബോധനയുടെ എല്ലാ പ്രവർത്തനത്തിനായിട്ടും ഉദ്ദേശ ലക്ഷ്യത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അല്പസമയം ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. അത് ഞങ്ങളുടെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ ഉപയോഗപ്പെടുവാൻ, ഞങ്ങളുടെ പൊതുവായുള്ള സഭയുടെ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ മാറ്റു പകരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാം. എല്ലാവർക്കും കേൾക്കാം. ഓക്കെ. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞില്ല, എന്നെങ്ങനെ മനസ്സിലാവുന്നത്? പറഞ്ഞില്ല. അപ്പോ നമ്മൾക്ക് മനസ്സിലാകാനായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നതായിട്ടുള്ളൊരു മാധ്യമമാണ് ഭാഷ എന്ന് പറയുന്നത്, ഇല്ലയോ? ഭാഷയില്ലായിരുന്നെങ്കിൽ എന്തോ ആയിപ്പോയനെ. നമുക്ക് ഭാഷ അറിയത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ ആംഗ്യം കാണിച്ചേ അല്ലേ? ആംഗ്യം കാണിച്ചേ. അപ്പം പല ഭാഷകളുണ്ട്. നമുക്ക് നമ്മുടെ മലയാളം ഭാഷ കൊണ്ട് മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പല ഭാഷകളുണ്ട് ലോകത്തിൽ. അപ്പൊ ആ ഭാഷകൾ മനസ്സിലാക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ ഉപകരിക്കുന്നതാണ്. അപ്പം ഈ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്കൊരു കല എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് എൻ ആർട്ട്. നമുക്കൊരു പ്രസംഗിക്കുന്നതിന് ഉപയോഗിക്കുന്നതായ ഒരു കലയാണ്, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്നതായ ഒരു ഫോം ആണ് യഥാർത്ഥത്തിൽ ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്നത്. ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയൊരു വിവരണം ഞാൻ പറയാം. അതായത് ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്നത് ബൈബിൾ വാക്യത്തിൻ്റെ, ഞാൻ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്, ബൈബിൾ വാക്യത്തിൻ്റെ അർത്ഥം നിർണ്ണയിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഭാഷ മനസ്സിലാക്കാതെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഭാഷകളെക്കുറിച്ചും പുരാതന ചരിത്രത്തെക്കുറിച്ചും തിരുവെഴുത്തുകളെക്കുറിച്ചും അതിനെ താരതമ്യപ്പെടുത്തിയും അതിൻ്റെ ഇങ്ങനെയുള്ള പ്രക്രിയയിൽ കൂടി സമഗ്രമായിട്ടുള്ള ഒരറിവ് ലഭിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, പരസ്പരം പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട സഹായകരമായ ഒരു ടൂളാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേദപുസ്തകം എഴുതിയവരുടെ മനസ്സും നമ്മുടെ മനസ്സും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ളതാണ് ഹെർമന്യൂട്ടിക്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒന്നുകൂടെ ഞാൻ പറയാം.
വേദപുസ്തകം എഴുതിയ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഓരോ ഭാഗങ്ങൾ എഴുതിയ എഴുത്തുകാരുടെയും നമ്മുടെയും ഭാഷയിൽ അല്ലെങ്കിൽ മനസ്സിലാക്കലിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ളതാണ് ഹെർമന്യൂട്ടിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്ന ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. അതോടൊപ്പം തന്നെ ഈ ഹെർമന്യൂട്ടിക്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ കാലഘട്ടവും മറ്റൊരു കാലഘട്ടവും നമ്മുടെ ആശയങ്ങളും വേറൊരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ആശയങ്ങളും തമ്മിൽ ഉള്ള അന്തരം, അല്ലെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തെ മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് ഉള്ള കാരണങ്ങളെ കുറയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് വളരെ ലളിതമായിട്ട് ആ കാലഘട്ടത്തെ മനസ്സിലാക്കാം. അതിന് ചെയ്യേണ്ടത് എന്തുവാണ്? നമുക്ക് വേദപുസ്തകം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. വായിച്ചാൽ മതിയോ? മനസ്സിലാക്കണം. അല്ല, മനസ്സിലാക്കിയും വായിച്ചും എന്ന് പറഞ്ഞാൽ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആ ബൈബിൾ വായിക്കുന്ന ആ എന്താ പറയുക, ഇപ്പൊ മലയാളം ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു മലയാളം ബൈബിൾ നമ്മൾ വായിച്ചിട്ട് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ഉടനെ ചെയ്യുന്നത്? വീണ്ടും വായിക്കും. അറിയാവുന്നവരോട് ചോദിക്കും. വീണ്ടും വായിക്കും. അന്നേരം മനസ്സിലായില്ലെങ്കിൽ പിന്നെ അറിയാവുന്നവരോട് ചോദിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ വേറെ അറിയാവുന്നവരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കും. അതൊക്കെ ശരി തന്നെ. അല്ല, നമുക്ക് തന്നെ അതെങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് ദൈവത്തോട് ചോദിക്കും. എന്തോ അല്ല, ഈ അറിയാവുന്നവര് അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാര് അറിയാമെന്നതിന് ഉറപ്പിക്കാൻ പറ്റും. ഇവിടെ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് വേദപുസ്തകത്തിലെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് മലയാളം ബൈബിള് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. മനസ്സിലാകും, അത് മതിയെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളതെന്നുള്ള സത്യം തന്നെ. എങ്കിലും ആ ഭാഗം വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാകണമെന്നില്ല. കാരണം നമ്മൾ വായിക്കുന്ന ആ വേദപുസ്തക കഥാപാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ സംഭവങ്ങളോ വേദപുസ്തകത്തിലെ പ്രത്യേകമായി ഉപയോഗിക്കുന്നതായ ശൈലികളോ ഒക്കെ അതിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിനൊരു പ്രത്യേകമായ പശ്ചാത്തലമുണ്ട്. അതിന് ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു പരിസരമുണ്ട്. ആ പരിസരത്തിലാണ് ആ വ്യക്തി വളർന്നതും ആ വ്യക്തിയുടെ ആശയങ്ങൾ രൂപപ്പെട്ടതും ആ വ്യക്തിയുടെ രാഷ്ട്രീയവും മതപരമായിട്ടുള്ള കൾച്ചറൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത്. അതുകൊണ്ട് ആ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ കൂടുതൽ ആ വായിക്കുന്ന ടെക്സ്റ്റ്, നമ്മൾ വായിക്കുന്ന വേദപുസ്തകത്തിലെ ഭാഗം നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ, കൂടുതൽ അർത്ഥമുണ്ടാകുവാൻ, അത് നമുക്കും അതുപോലെ തന്നെ ആ എഴുതപ്പെട്ട ഒറിജിനൽ കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെട്ട ആ കാലഘട്ടത്തിലെ ആശയങ്ങളും കൾച്ചറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും തമ്മിലുള്ള അന്തരങ്ങൾ കുറയ്ക്കുവാനായിട്ട് നമുക്ക് അത് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? എന്നാ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഹെർമന്യൂട്ടിക്സ്? ഇനി ഒത്തിരി കാര്യങ്ങൾ ഹെർമന്യൂട്ടിക്സിനെ കുറിച്ച് പറയാനായിട്ടുണ്ട് എനിക്ക്. എങ്കിലും ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഹെർമന്യൂട്ടിക്സ്? ഏതെങ്കിലും കുറച്ചെങ്കിലും പറയാൻ പറ്റി എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ധന്യനാണ്. എൻ്റെ ഉദ്ദേശം പകുതിയോളം സാഫല്യമായെന്ന് വിചാരിക്കാം. ഒന്ന് പറയാമോ ആരെങ്കിലും? അത് ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അറിയാനായിട്ടാണ്. അന്തരം കുറച്ച് കുറഞ്ഞ് തമ്മിലുള്ള ഭാഷയുടെ അന്തരം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാമോ? നമുക്ക് മനസ്സിലാകാത്ത ആ വിഷയങ്ങളിലുള്ള അന്തരം കുറെ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കട്ടെ. അതായത് നമ്മളിപ്പം വേദപുസ്തകം വായിക്കുമ്പോൾ
നമ്മുടെ കോണ്ടെക്സ്റ്റിലല്ല, കേരളത്തിലല്ല വേദപുസ്തകം എഴുതിയത്, ആണോ? അല്ല. കേരളം എന്നുള്ള പശ്ചാത്തലത്തിലോ ഇന്ത്യ എന്നുള്ള പശ്ചാത്തലത്തിലോ അല്ല വേദപുസ്തകം എഴുതിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ മേലാത്ത പല കാര്യങ്ങളും അതിൻ്റെ പരിസരത്തുണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ നമുക്ക് ആ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥത്തെ, അത് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഹെർമന്യൂട്ടിക്സ് ചെയ്യുന്നതായിട്ടുള്ള ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ഈ അന്തരങ്ങളെ കുറയ്ക്കും. നമ്മൾ എന്ത് ചെയ്യും? ഹെർമന്യൂട്ടിക്സിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മലയാള പുസ്തകം നമ്മൾ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഉടനെ ഇംഗ്ലീഷ് വേർഷൻ എന്താണെന്ന് നമ്മൾ നോക്കും. അല്ലെങ്കിൽ ഇംഗ്ലീഷിനേക്കാളും കുറച്ചുകൂടെ ഒറിജിനൽ എന്ന് പറയുന്നത് ഗ്രീക്ക്, ന്യൂ ടെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഗ്രീക്ക് ലാംഗ്വേജിലേക്ക് പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള, നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ കൈ കാണത്തില്ലായിരിക്കും, എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിനോട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒറിജിനൽ കോണ്ടെക്സ്റ്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും നമ്മുടെ അറിവിൻ്റെ അന്തരം കുറയ്ക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കൂടുതൽ സുഗമമായിട്ട് തീരും എന്നുള്ളതാണ് ഹെർമന്യൂട്ടിക്സിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏകദേശം കുറച്ചുകൂടെ മനസ്സിലായോ? നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇപ്പം ഇരമ്യാ പ്രവാചകനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പച്ചന്മാരെ മനസ്സിലാക്കിയേ പറ്റുമോ? നമ്മുടെ അപ്പച്ചന്മാരെ പോലാണോ ഇരമ്യ? ഞാനത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ ഉപദേശിമാരെ പോലാണോ? നമ്മുടെ അച്ഛന്മാരെ പോലാണോ? അല്ല, ഒട്ടുമല്ല, അല്ലേ? അച്ഛന്മാരെ പോലെ അല്ല. ഞാൻ അതുകൊണ്ട് ഞാൻ അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ സ്വാതന്ത്ര്യമായിട്ടങ്ങ് പറയാം. അപ്പോൾ ആ ഇരമ്യാ പ്രവാചകനെ മനസ്സിലാക്കണമെങ്കിൽ ഇരമ്യാ പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തെയും ഇരമ്യാ പ്രവാചകൻ വളർന്ന കാലഘട്ടത്തെയും അദ്ദേഹത്തിന്റെ പരിസരത്തെ മനസ്സിലാക്കി. പരിസരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് കോണ്ടെക്സ്റ്റിനെ, പരിസരത്തെക്കാളും നമുക്ക് മനസ്സിലാകുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന വാക്കായിരിക്കും. അപ്പം ആ പരിസരത്തെയും ആ ലാംഗ്വേജിനെയും ആ ഭാഷയുടെ വ്യത്യസ്തമായ ഘടകങ്ങളെയും മനസ്സിലാക്കിയാൽ മാത്രമേ ആ ടെക്സ്റ്റ് മനസ്സിലാക്കുന്നതിനുള്ള നമ്മുടെ പ്രയാസത്തിന്റെ അന്തരം കുറയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഹെർമന്യൂട്ടിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് ചുരുക്കി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒത്തിരി ഘടകങ്ങൾ അടങ്ങുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സഹായത്തിന് വേണ്ടി ഞാനൊരു സ്ക്രീൻ ഷെയർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതിനിടയ്ക്ക് എന്തെങ്കിലും സംശയമോ വല്ലതും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉടനെ പറയാം. മൈക്ക് ഓൺ ആക്കിയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. എന്നിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ വിശദീകരിച്ച് മുമ്പോട്ട് പോവാം. എനിക്ക് തോന്നുന്നത് ഇത് സെമിനാറിലൊക്കെ പഠിക്കുന്നതായ ഒരു സംഭവം ആയതുകൊണ്ട് ഇച്ചിരി പ്രയാസമുള്ളതാണ്. എങ്കിലും ഞാൻ ആ പ്രയാസത്തെ എല്ലാം ഞാൻ ലഘൂകരിച്ച് കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിലാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. എങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാം. കാണാമോ? എല്ലാവർക്കും കാണാമോ? കേൾക്കാനൊന്നും ഇല്ല, കാണാൻ. ഹെർമന്യൂട്ടിക്സ് ഒന്ന് കണ്ടു. ഓക്കെ, ഫൈൻ. അപ്പം നിങ്ങൾ ഇടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോണം കേട്ടോ. ഒന്നുകൂടെ ഞാൻ ആ പറഞ്ഞ കാര്യം തന്നെ ഇംഗ്ലീഷിലൊന്ന് വായിച്ച് കേൾപ്പിക്കും. The primary need of hermeneutics is to determine and understand the meaning of biblical text. The purpose of hermeneutics is to bridge the gap between our minds and the minds of the biblical writer through a thorough knowledge of the original language, ancient history, and the comparison of scripture with scripture. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് മനസ്സിലാക്കുവാനായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ഹെർമന്യൂട്ടിക്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി പറഞ്ഞ് മുമ്പോട്ട് പോവാം.
ഹോമിലി എന്ന് പറയും. ഹോമിലി എന്ന് കേട്ടിട്ടുണ്ടോ? ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞെങ്കിലേ നിങ്ങൾ കേൾക്കുന്നു എന്ന് എനിക്ക് ഉറപ്പാക്കാൻ പറ്റും. കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഹോമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്ക് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഒരു സംസാരം, ഒരു സംസാരത്തിന്റെ ഒരു പറയുന്നതായിട്ടുള്ള ഒരു വാക്കെന്ന് ചിന്തിച്ചാൽ മതി തൽക്കാലം. ഹോമിലിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഹോമിലി എന്ന് ഉള്ള വാക്ക് വന്നത്. അത് കൂടുതലും ഉപയോഗിക്കുന്നത് കാത്തലിക്സ് ആണ് ഹോമിലി എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ സാക്രമെന്റിന്, സ്ക്രിപ്ചർ റീഡിങ്ങിനൊക്കെ ഇടയ്ക്ക് ഉള്ള ഒരു ടോക്കാണ്, അല്ലെങ്കിൽ ഒരു സംസാരമാണ് ഹോമിലി എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞാൽ സംഭാഷണത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ അതിന്. നമ്മൾ അതിനെ ഒരു കോണ്ടെക്സ്റ്റിൽ, അതായത് നമ്മുടെ ക്രിസ്തീയമായിട്ടുള്ള കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ പ്രസംഗമെന്ന് ഒക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബീയിങ് ടുഗദർ, ഒന്നിച്ചിരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ചില പാരസ്പര്യതകൾ ഉണ്ടാവണം, കുറച്ച് സാമ്യതകൾ ഉണ്ടാവണം, കുറച്ച് മനസ്സിലാക്കുവാൻ കഴിയണം, പരസ്പരം അറിയാൻ കഴിയണം. അതിന് ലാംഗ്വേജ് അത്യാവശ്യമാണ്, ആശയവിനിമയം നടത്തണം. അതിനൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വാക്കാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കാത്തലിക്സ് ആണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പ്രൊട്ടസ്റ്റൻസ് അതിന് പറ്റിയതായിട്ടുള്ള വേറൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താണ്? സർമൺ എന്ന് പറയും കേട്ടോ. എന്നാൽ ഇതിന്റെ എല്ലാം ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് മെസ്സേജ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഒരു ദൂത് അല്ലെങ്കിൽ ഒരു ആശയം വിനിമയം ചെയ്യുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നമുക്കിനി കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹോമിലി എന്നോ അല്ലെങ്കിൽ മെസ്സേജ് എന്നോ വേറൊരർത്ഥത്തിൽ പറഞ്ഞ സെർമൺ എന്നോ ഒക്കെ പറഞ്ഞാലും അതിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് പ്രസംഗിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ ആ പ്രസംഗത്തെക്കുറിച്ച്, ഈ ഹോമിലി എന്നോ സെർമൺ എന്നോ ഒക്കെ പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പ്രീച്ചിങ് ഈസ് ദ ബ്രിങ് അല്ലെങ്കിൽ പ്രീച്ചിങ് ഈസ് ദ ബ്രിങ് ഓഫ് ട്രൂത്ത് ത്രൂ പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. ബ്രിങ്ങിങ് ഓഫ് എന്നാണ്, അല്ലെങ്കിൽ ബ്രിങ് എന്നല്ല, ബ്രിങ്ങിങ് ഓഫ് ട്രൂത്ത് ത്രൂ പേഴ്സണാലിറ്റി. ഞാൻ ടൈപ്പ് ചെയ്തപ്പോഴുള്ള പ്രശ്നം എന്നോട് വായിക്കാം. പ്രീച്ചിങ് ഈസ് ദ ബ്രിങ്ങിങ് ഓഫ് ട്രൂത്ത് ത്രൂ പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. ഫിലിപ്പ് ബ്രൂക്സ് എന്ന് പറഞ്ഞൊരു ചിന്തകൻ പറഞ്ഞതാണ്. വ്യക്തിത്വത്തിലൂടെ സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ പ്രസംഗം. അത് ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് പറയാം. പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതോ നമ്മുടെ ഇമാജിനേഷനിലോ ഉള്ള കാര്യങ്ങൾ പറയുന്നതല്ല. നമ്മൾ വായിച്ചതും നമ്മൾ മനസ്സിലാക്കിയതും ആ മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്തതിലൂടെ നാം അനുഭവിച്ചതായ വ്യക്തിപരമായ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വിറ്റ്നസ് നമ്മൾ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നതിനെയാണ് പ്രസംഗമെന്ന് പറയാനായിട്ട് കഴിയുന്നത്. വേറൊരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് പ്രീച്ചിങ് ഈസ് എ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിവൈൻ ട്രൂത്ത് വിത്ത് എ വ്യൂ ടു പെർസ്യുവേഷൻ. സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ദിവ്യ സത്യത്തിന്റെ സംഭാഷണമാണ് പ്രസംഗം എന്നുള്ളതാണ്. ഹോമിലി എന്നോ സർമണെന്നോ വചനമെന്നോ മെസ്സേജ് എന്നോ ഒക്കെ പറയാം. സ്വാധീനിക്കുക എന്നുള്ള, മറ്റുള്ളവരെ സ്വാധീനിക്കുക, അവരുടെ മനസ്സിനെ, അവരുടെ ഹൃദയത്തെ, അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഉള്ള ദൈവവചനത്തിന്റെ സംഭാഷണമാണ് പ്രസംഗം എന്ന് പറയാം. ഹെർമന്യൂട്ടിക്സ് അല്ലെങ്കിൽ ഈ പ്രസംഗത്തിന്റെ നകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ടൂള് മാത്രമാണ് ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹെർമന്യൂട്ടിക്സ് മാത്രം കൊണ്ട് പ്രസംഗം നമുക്ക് പറ്റുകയില്ല. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഹെർമന്യൂട്ടിക്സ് ആൻഡ് എക്സിജസിസ്. അപ്പോൾ ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ഹെർമന്യൂട്ടിക്സും, അതായത് ചരിത്രത്തിലുള്ള വസ്തുതകളും വ്യക്തിയുടെ ഭാഷയും അവരുടെ സംസ്കാരവും ജീവിത രീതിയും എല്ലാം മനസ്സിലാക്കി
ആ കാര്യത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു ടൂൾ എന്നുള്ളതിനോടൊപ്പം എക്സിജീസിസ്, അതായത് വേദപുസ്തകത്തിന്റെ വിശദമായ ഒരു പഠനം കൂടി അതിന് കൂടെ ഉൾപ്പെടുത്തുമ്പോഴാണ് പ്രസംഗം എന്ന് പറയാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. ബൈബിൾ വാക്യത്തിന്റെ അർത്ഥം നിർണയിക്കപ്പെടുന്ന ഒരു ശാസ്ത്രം, തത്വം, കല, ചുമതല എന്നിവയാണ് ഹെർമന്യൂട്ടിക്സിന്റെ ആകത്തുക. എക്സിജീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരവും സാഹിത്യപരവുമായ സന്ദർഭത്തിൽ ബൈബിൾ പാഠത്തിന്റെ അർത്ഥം നിർണയിക്കുന്നതാണ് എക്സിജീസിസ്. അപ്പൊ ഈ രണ്ട് ഘടകങ്ങളും കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല സർമൺ, ഹോമിലി അല്ലെങ്കിൽ മെസ്സേജ്, പ്രസംഗം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് സ്ത്രീകളായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇതുപോലെ പ്രസംഗിക്കേണ്ടതായിട്ടുള്ള അവസരം വരുമ്പോൾ നമ്മളൊരു വേദപുസ്തകത്തിലെ ഒരു വാക്യം എടുത്ത് നേരെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ പറയുന്നതിന് പകരമായിട്ട് കുറച്ചുകൂടെ ഒന്ന് വിശാലമായി ഒന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളുടെ മുഖം ഒന്ന് കാണട്ടെ. മനസ്സിലായോ? എന്താണ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രസംഗത്തിനകത്ത് ഹെർമനോട്ടിക്സ് മാത്രമല്ല വേറൊരു വാക്കുകൂടെ ഞാൻ ഉപയോഗിച്ചായിരുന്നു. എന്തായിരുന്നു? എക്സിജസിസ് എന്ന് പറയാമോ? എക്സിജസിസ്. ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ച് മലയാളത്തിൽ ഞാൻ പറഞ്ഞു. എന്താണ് ഹെർമനോട്ടിക്സ് എന്നും എക്സിജസിസ് എന്നും വേറൊരു രീതിയിൽ പറഞ്ഞാൽ ബൈബിൾ വാക്യത്തിന്റെ അർത്ഥം നിർണയിക്കപ്പെടുന്ന ഒരു ശാസ്ത്രമാണ്. അതേസമയം തന്നെ തത്വം, കല, ചുമതല എന്നിവയാണ് ഹെർമനോട്ടിക്സ്. ആ ഒരു വാക്യത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കുകയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ. രണ്ടാമത്, ചരിത്രപരവും സാഹിത്യപരവുമായ സന്ദർഭത്തിൽ വേദപഠനത്തിന്റെ അർത്ഥം നിർണയിക്കുന്നതാണ് എക്സിജീസിസ്. എന്താണ് ഇന്ന കാര്യത്തിന്റെ അർത്ഥമെന്ന് നമുക്ക് വെറുതെ പറയാനായിട്ട് പറ്റത്തില്ല. ഒരു നന്നായിട്ട് പ്രസംഗ കല പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ആള് പറയുന്നത് വെറും ലോജിക്കലായിട്ട് ചില കാര്യങ്ങൾ പറയുന്നതിനപ്പുറമായിട്ട് അതിന് വേദപുസ്തകപരമായിട്ടുള്ള ചില ആധികാരികത ഉണ്ടാവണം. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളുടെ സാഹചര്യങ്ങളും പരിസരങ്ങളും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നന്നായിട്ട് നമുക്ക് സംവേദനം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും പ്രസംഗത്തിന്റെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണമെന്ന് നിർബന്ധമൊന്നും ഇല്ലെന്നേ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിന്റെ അവസാനം നമുക്ക് ചർച്ച ചെയ്യാം. അന്നേരം നിങ്ങൾ മനസ്സിലാകത്തില്ല എഴുതാൻ പോകുന്ന സന്ദർഭത്തിൽ. അതുകൊണ്ട് എഴുതുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോ ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഞാൻ ആദ്യം ഇനി നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. അതായത് പ്രസംഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി പറയല്ലോ. എഴുതി വെച്ചിരിക്കുന്നത് നോക്കി പറയല്ലോ. ഞാൻ ഇതിനി ഓഫ് ചെയ്താൽ പിന്നെയും ഞാൻ ഒന്നുകൂടെ എടുക്കണം. അതുകൊണ്ട് അതോടെ തന്നെ ഇട്ടിരിക്കുന്നുള്ളേ ഉള്ളൂ. അത് നോക്കാതെ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം എന്ന് പറയണേ. എന്താണ് പ്രസംഗം? നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ എത്ര തരം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്? ഇത് കൂടുതലും നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ട് പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയിപ്പിച്ചേ പറയുന്നുള്ളൂ. ഓക്കെ. ഒരു വിഷയം എടുത്തിട്ട് പ്രസംഗിക്കുന്നു അല്ലേ? അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഘടകങ്ങളാ ഉള്ളത് സാധാരണഗതിയിൽ? നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ല. എന്തോ? ഒന്നുകൂടെ പറയാം. കോണ്ടെക്സ്റ്റ് പറയും. അതിന്റെ സംഭവം എവിടെ, അത് സാഹചര്യത്തെ കുറിച്ച് എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന്. ഓക്കെ.
ഓക്കെ, ഏതാണ്ടൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഞായറാഴ്ചകളിൽ കേൾക്കുന്ന പ്രസംഗങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഏത് വിഷയത്തെ കുറിച്ചാ ഒരു സംസാരിക്കുന്നത് ടൈറ്റിൽ ഉണ്ട് അല്ലേ, ഒരു വിഷയം അല്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം എന്താ? അതൊക്കെ ഇനി ചോദിച്ചാൽ വലിയ പാടില്ലയോ? വിഷയം ഉണ്ടായിരുന്നു, ഒരു വിഷയം ഉണ്ടായിരുന്നു. അച്ഛനൊരു വലിയ വിഷയമായിരുന്നു, നല്ല പ്രസംഗം. സൺഡേ സ്കൂളിലൊക്കെ സമ്മതിച്ചു, പക്ഷെ അതിനകത്തൊരു വിഷയം ഉണ്ടായിരുന്നു. നല്ല പഠന. അതാണ് നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും. അത് ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, ആ ടൈറ്റിലിന്റെ പേരാണ് ക്രിസ്തുവിന്റെ നല്ല പഠനമായിരിക്കുക അല്ലേ? അപ്പൊ ആ ഒരു ടൈറ്റിലിനെ ആസ്പദമാക്കിയാണ് പിന്നെ പ്രസംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നത് ഇല്ലയോ? നമുക്ക് സ്ക്രിപ്ചർ റീഡിങ് അല്ലെങ്കിൽ വേദവായനകൾ ഉണ്ടായിരുന്നെങ്കിലും ആ ടൈറ്റിലിനോട് ബന്ധപ്പെടുന്നതായിട്ടുള്ള പ്രസംഗങ്ങൾ ആണ് നമ്മൾ കേട്ടത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് വീണ്ടും നമ്മുടെ ഈ പഠനത്തിലേക്ക് മടങ്ങി വരാം. 4 രീതിയിലുള്ള, സാധാരണ രീതിയിൽ 4 രീതിയിലുള്ള പ്രസംഗങ്ങളുണ്ട്. ഒന്ന് ടോപ്പിക്കൽ പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ, ടോപ്പിക്കൽ പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും, ഒരു തീമുണ്ട്. അതിന് വലിയ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അടിസ്ഥാനത്തിൽ തന്നെ, പക്ഷെ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ വായിക്കണമെന്നോ ചില ഭാഗങ്ങൾ പറയണമെന്നോ ഒന്നും നിർബന്ധമില്ല. പൊതുവായിട്ട് ഒരു പ്രസംഗം ഒന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ വാക്യങ്ങൾ സന്ദർഭവശാൽ നമ്മൾ ഉപയോഗിച്ചെന്ന് വരാം, ഉപയോഗിച്ചില്ലെന്ന് വരാം. ചിലപ്പോൾ ഒരു കഥയായിരിക്കും വേദപുസ്തകത്തിൽ എടുക്കുന്നത്. ഇങ്ങനെ എങ്ങും നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ആധികാരികമായിട്ടൊരു വാക്യം എടുക്കാതെ പറയുന്ന ഒരു വാക്ക്, അതായത് ഇപ്പം അതിനൊരു മെയിൻ ടോപ്പിക് കാണും, അതിൻ്റെ സബ് ടോപ്പിക്സ് കാണും അല്ലേ? ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കാണും, അതിൻ്റെ ഒരു 3 പോയിന്റ് അല്ലെങ്കിൽ 4 പോയിന്റ് ഒക്കെ കാണും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ മെയിൻ ടോപ്പിക്കും അതിനോട് ചേരുന്നതായിട്ടുള്ള സബ് ടോപ്പിക്സുമായിരിക്കും. അതിനാണ് ടോപ്പിക്കൽ പ്രീച്ചിങ് എന്ന് പറയുന്നത്. അതിനകത്ത് വേദപുസ്തകത്തിനകത്തുനിന്ന് കോണ്ടെക്സ്വലോ അല്ലെങ്കിൽ അങ്ങനെ എക്സിജീസിസ് ഒന്നും നടത്താനായിട്ട് ശ്രമിക്കാറില്ല. ജസ്റ്റ് ആ ഒരു ടോപ്പിക്കിന് പ്രാധാന്യം കൊടുക്കുക, അതിനോട് നീതി പുലർത്തുക. അതിനാണ് ടോപ്പിക്കൽ പ്രീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രസംഗങ്ങൾ, ഇനിയുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് ടോപ്പിക്കൽ പ്രീച്ചിങ് ആണോ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ പ്രസംഗിക്കുന്നില്ലെങ്കിലും നമ്മൾ പ്രസംഗിക്കുന്നവരുടെ കേട്ടിട്ട് നമ്മൾ വിലയിരുത്തണം, ഈ പ്രസംഗം ടോപ്പിക്കലാണോ എന്നുള്ളത് ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത് ഒരു ടെക്സ്റ്റുവൽ പ്രീച്ചിങ് എന്ന് പറയും. ടെക്സ്റ്റുവൽ പ്രീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക വാക്യം എടുക്കുക, ഒരു ഹോൾ ചാപ്റ്റർ അല്ല, ഒരു മുഴുവൻ അധ്യായമല്ല, ഒരു വാക്യം. ഫോർ എക്സാമ്പിൾ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രസംഗം. അപ്പോൾ ആ പ്രസംഗത്തിൽ നമ്മൾ നീതി പുലർത്തുന്നത് ആ പർട്ടിക്കുലർ വാക്യത്തോടാണ്. നമ്മൾ വേറെ മേഖലയിലൊന്നും കൂടുതൽ പോകുന്നില്ല, പക്ഷെങ്കിൽ അതിനെ സാധൂകരിക്കാൻ ചിലപ്പോൾ നമ്മൾ വേറെ വാക്യങ്ങളൊക്കെ ഉപയോഗിച്ചേക്കാം. പക്ഷെ നമ്മൾ എങ്ങും പോകാതെ ആ വാക്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രസംഗിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് പ്രീച്ചിങ് ഉണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? ടെക്സ്റ്റുവൽ പ്രീച്ചിങ് ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഒരു 2-3 വാക്യത്തെ അടിസ്ഥാനമാക്കി മാത്രം, അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. മൂന്നാമത്തെ ബയോഗ്രാഫിക്കൽ പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു പ്രസംഗം, നെഹമ്യാവിനെ കുറിച്ച്, എസ്തേറിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇയ്യോബിനെ കുറിച്ച്, അങ്ങനെ വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയുന്നതായിട്ടുള്ള ഒരു പ്രസംഗം, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ബയോഗ്രാഫിക്കൽ പ്രീച്ചിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ എക്സ്പോസിറ്ററി പ്രീച്ചിങ് എന്ന് പറയും. എക്സ്പോസിറ്ററി പ്രീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു ടെക്സ്റ്റ് എടുത്തുകൊണ്ട് തന്നെയാണ്, പക്ഷെ ആ ടെക്സ്റ്റിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേറെ ടെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കും. എക്സ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിളിനകത്തെ ഒരു വാക്യത്തെ ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട് വേറെ ബൈബിൾ വാക്യങ്ങളെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ വേദപുസ്തകത്തെ ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക രീതിയാണ്.
അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞ ഹെർമിനൂട്ടിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റ്, അത് ആരെഴുതി, എന്നെഴുതി, ആ എഴുതിയതായിട്ടുള്ള സാഹചര്യങ്ങൾ, എഴുതിയതായിട്ടുള്ള ആ ആളിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സംഭവങ്ങൾ, പ്രത്യേകമായി ഭരിച്ചിരുന്ന രാജാക്കന്മാര്, അന്ന് ഉണ്ടായിരുന്നതായ രാഷ്ട്രീയ, സാമൂഹിക, മതപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളെല്ലാം നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് അതേസമയം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റ് ടെക്സ്റ്റ് അല്ലെങ്കിൽ മറ്റ് വേദഭാഗങ്ങളെയൊക്കെ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു പ്രത്യേക പ്രീച്ചിങ് ആണ് എന്ത് എക്സ്പോസിറ്ററി പ്രീച്ചിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒത്തിരി ഉണ്ട്, ഇനി ഒത്തിരി സ്റ്റൈൽ ഓഫ് പ്രീച്ചിങ്സ് ഉണ്ട്. എങ്കിലും നമ്മുടെ ഒരു സാധാരണഗതി നമ്മൾ കേൾക്കുന്ന ഒരു 4 രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പ്രസംഗങ്ങളെ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? പ്രസംഗങ്ങളെല്ലാം ഒരുപോലാണോ? ടോപ്പിക്കലാണോ? അല്ല. അല്ല. ടെക്സ്റ്റലാണോ? ഹലോ, കേൾക്കാമോ? അല്ല. ബയോഗ്രാഫിക്കലാണോ? അപ്പൊ നമ്മളെ ഈ സാധാരണഗതി നമ്മൾ പറയും, അയ്യോ ഈ പ്രസംഗത്തിനകത്ത് ഒരു വാക്യം പോലും ആ പ്രസംഗിച്ച ഉപദേശി ഉപയോഗിച്ചില്ല, അപ്പൊ അത് പ്രസംഗം അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലേ? ആണോ അല്ലയോ? അദ്ദേഹം അത് പ്രിപ്പയർ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് നമുക്ക് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം, അത് വേറെയാ. ഞാൻ പറഞ്ഞത് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് അത് എന്ത് സ്റ്റൈൽ ഓഫ് പ്രസംഗമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ അതിനോട് ചെവി കൊടുക്കാനായിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ അത് മതിയാക്കി നമുക്ക് ഇനി മുമ്പോട്ട് പോകാം, അല്ലേ? ടോപ്പിക്കൽ, ടെക്സ്റ്റുവൽ, ബയോഗ്രാഫിക്കൽ, അതുപോലെ തന്നെ എക്സ്പോസിറ്ററി പ്രീച്ചിങ്. അപ്പൊ നിങ്ങൾ ഇത് 4ഉം പ്രാക്ടീസ് ചെയ്യണം. ഇത് 4 ടൈപ്പാണ്. അപ്പൊ 4 രീതിയിൽ നിങ്ങൾ പ്രസംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി അത് നിങ്ങൾക്ക് ആരെങ്കിലും പ്രസംഗിക്കാനായിട്ട് അവസരം തരുമ്പോൾ ഇഷ്ടംപോലെ അവസരങ്ങൾ നമുക്കുണ്ട്, അല്ലയോ? വിമൻസ് ഫെലോഷിപ്പും അതുപോലെയുള്ള അവസരങ്ങൾ ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കണം എന്ന് പറയാനായിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനിയുള്ളത് പ്രീച്ചിങ്ങിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമാണ്. Preaching is the communication of divine truth through human personality. അപ്പൊ ദൈവം തമ്പുരാൻ നമ്മളോട് നേരിട്ടാണോ സംസാരിക്കുന്നത്? ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അത് നമ്മളോട് സംവേദിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തതാ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് preaching is the communication of divine truth through human personality. ഒരു മനുഷ്യനിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ അത് സംവേദനം ചെയ്യപ്പെടുന്നത്. ഞാൻ എന്നാ മലയാളത്തിൽ വായിക്കാം. ദിവ്യ സത്യത്തിന്റെ ഘടകം നിങ്ങളുടെ പ്രസംഗത്തിന് വസ്തുനിഷ്ഠത നൽകുന്നു. അപ്പൊ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മള് പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യവും ആധികാരികതയും നമ്മുടെ ഭാഷ കൊണ്ടാണോ, നമ്മുടെ വ്യക്തിത്വത്തിന്റെ മഹിമ കൊണ്ടാണോ, നമ്മുടെ എഡ്യൂക്കേഷൻ ആണോ, എന്താണ് നമ്മുടെ പ്രസംഗത്തിന് പ്രാധാന്യം നൽകുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിനകത്തോട് നോക്കിയിരുന്നാൽ മനസ്സിലാകത്തില്ല. ഞാൻ ഇതിനകത്തെ കാര്യമല്ല പറയുന്നത്. ഞാൻ അതിനകത്ത് നോക്കണ്ടപ്പോ മാത്രം നോക്കിയാൽ മതി, ഇങ്ങോട്ട് നോക്കിയാൽ മതി. എന്നെ കാണാമോ? അപ്പൊ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് ദൈവവചനത്തിന്റെ ആധികാരികതയാണ് നമ്മുടെ പ്രസംഗത്തിന് കൂടുതൽ ആധികാരികത നൽകുന്നത്. വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ടതാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രസംഗത്തിന് ആധികാരികത ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. കൂടെ അതിനെ പറയാം, ദിവ്യ സത്യത്തിന്റെ ഘടകം നിങ്ങളുടെ പ്രസംഗത്തിന് വസ്തുനിഷ്ഠത അല്ലെങ്കിൽ അതിന് ആധികാരികത നൽകുന്നു എന്നുള്ളതാണ്.
അതിന്റെ അടുത്ത ഭാഗത്ത് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളുടെ സന്ദേശം എല്ലാ ആളുകൾക്കും എല്ലാ കാലത്തും സത്യമായ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി പറയുവാനായിട്ട് സഹായിക്കുന്നു. നിങ്ങൾ ദൈവഹിതത്തെയും ആഗ്രഹത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു അംബാസഡറാണ്. അപ്പോൾ അംബാസഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രതിനിധി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു പ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. എന്തിന്റെ അധികാരമുണ്ട്? വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കി, ആ പശ്ചാത്തലത്തെ നമ്മൾ മനസ്സിലാക്കി, ആ പശ്ചാത്തലത്തിലെ കാര്യം നമ്മൾ പറയാനായിട്ട് നമുക്ക് പറ്റും. അത് അറിഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ അതിന് ആധികാരികത ഉണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമല്ല പറയുന്നത്, പിന്നെന്താണ്? ദൈവവചനമാണ് അല്ലേ? അപ്പൊ നമ്മളുടെ അഭിപ്രായം എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന് അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമുണ്ടെങ്കിലും ഏറ്റവും വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ആധികാരികത നൽകുന്നത് ആ ദൈവവചനമായിട്ട് നമ്മൾ എത്രമാത്രം അതിനെ അടിസ്ഥാനപ്പെടുത്തുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ്. ഞാൻ ഒത്തിരി കാട് കയറി പോകുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുക. യഥാർത്ഥത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം, പ്രീച്ചിങ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിവൈൻ ട്രൂത്ത് ത്രൂ ഹ്യൂമൻ പേഴ്സണാലിറ്റി. ദൈവം നേരിട്ടല്ല നമ്മളോട് സംസാരിക്കുന്നത്, മനുഷ്യരിൽ കൂടി, പ്രവാചകന്മാരിൽ കൂടി, സംഭവങ്ങളിൽ കൂടി ഒക്കെ ദൈവം തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് മനുഷ്യരിൽ കൂടി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തികൾ എപ്രകാരം ദൈവവചനത്തോട് അല്ലെങ്കിൽ ദൈവവചനത്തോട് ആധികാരികത പുലർത്തുന്നു, അതിനനുസരിച്ച് അത് നമുക്ക് ദൈവവചനത്തോട് ചേർത്ത് നിർത്തുവാൻ, അന്തരം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുന്ന ആളിനും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഞാൻ പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു യാഥാർത്ഥ്യം. പിന്നെ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഘടകം നിങ്ങളുടെ പ്രസംഗത്തിന് ആത്മനിഷ്ഠത നൽകുന്നു. പിന്നീട് നിങ്ങളുടെ സന്ദേശം നിങ്ങളുടെ സ്വന്തം അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങളൊരു സാക്ഷിയാണ്. അതായത് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് നിങ്ങൾ കേട്ടതും കണ്ടതുമായ ഒരു സാക്ഷി എന്ന നിലയിൽ അത് നിങ്ങൾക്കൊരു വിശ്വാസ്യത നൽകും. ഞാൻ മലയാളത്തിൽ എഴുതിയതിനകത്ത് ചില വ്യത്യാസങ്ങൾ കാണുമായിരിക്കും. എങ്കിലും ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, നമ്മളൊരു പ്രസംഗം നടത്തുന്ന സമയത്ത് നമ്മളുടെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ ആ പ്രസംഗത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതല്ലെങ്കിൽ പ്രസംഗത്തെ നിർണയിക്കുന്നതായ ഒരു ഘടകമാണ്. പ്രസംഗത്തെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്നതായ ഒരു ഘടകം നമ്മളുടെ വ്യക്തിത്വത്തിലുണ്ട് എന്നുള്ളത് പറയാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, the preacher should spend one day preparing his sermon and one day preparing himself എന്നുള്ളതാണ്. അതായത് ഒരു പ്രസംഗം പ്രസംഗിക്കുന്ന ആള് ഒരു ദിവസം പ്രസംഗം തയ്യാറാക്കുകയും ഏകദേശം ഒരു ദിവസം തന്നെ അദ്ദേഹത്തെ തന്നെ ഒരുക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ നമ്മളിൽ കൂടിയാണ് ഈ മെസ്സേജ് കൺവേ ചെയ്യപ്പെടുന്നത്, സംവേദനം ചെയ്യപ്പെടുന്നതെങ്കിൽ നാം ഒരുങ്ങിയെങ്കിൽ മാത്രമേ, പ്രസംഗത്തിന് വേണ്ടി നാം എത്രമാത്രം ഒരുങ്ങുന്നോ അത്രയും തന്നെ നമ്മളും ഒരുങ്ങിയെങ്കിൽ മാത്രമേ അത് നല്ലൊരു സാക്ഷ്യം, നല്ലൊരു വിറ്റ്നസ് ആയിട്ട്, വേദപുസ്തകത്തിന്റെ ഒരു വിറ്റ്നസ് ആയിട്ട് നമ്മളിൽ കൂടി അത് സംവേദനം ചെയ്യപ്പെടുത്തുള്ളൂ. അതായത് നമ്മൾ നേരിട്ട് കണ്ടില്ലാത്ത കാര്യമാണ് എങ്കിലും വേദപുസ്തകത്തെ പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചതിനെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു ഒരുക്കം അത്യാവശ്യമാണ്. ആ മെസ്സേജ് നമ്മിൽ നിന്ന് കൺവേ ചെയ്യപ്പെടുവാൻ, സംവേദനം ചെയ്യപ്പെടത്തക്ക രീതിയിൽ ഒരുക്കി വേണം മറ്റുള്ളവരോട് പറയുവാനായിട്ട്. അടുത്ത ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ തിമോത്തിയോസിന്റെ 4-ാം അധ്യായം, 1 തിമോത്തിയോസ് 4-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളൊന്ന് വായിക്കാറുണ്ട്. 1 തിമോത്തിയോസ് 4-ന്റെ 15-ഉം 16-ഉം. തിമോത്തിയോസ് 4, 4, 15, 16.
പ്രസിദ്ധമായി തരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. മതി. അപ്പോ പ്രസംഗം കൊണ്ട് മാത്രം നമ്മുടെ മെസ്സേജ് അർത്ഥവത്തായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തുമോ? ഇല്ല. പിന്നെ എന്തു വേണം? പ്രസംഗങ്ങളൊക്കെ വേണം. മാധ്യമം കൂടെ ശരിയാവണം, ഇല്ലയോ? മാധ്യമം ആരാണ്? പറയുന്ന ആള്. അപ്പം കമ്മ്യൂണിക്കേറ്ററിനും പ്രാധാന്യമുണ്ട്, കമ്മ്യൂണിക്കേഷനും പ്രാധാന്യമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ തിമോത്തിയോട് പറയുന്നതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ നമ്മൾ ഉപദേശത്തെ കുറിച്ച് എത്രമാത്രം അറിഞ്ഞിരിക്കുന്നു, നമ്മുടെ ജീവിതമായിട്ട് വ്യക്തിത്വമായിട്ട് ഇടകലർന്നിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ പറയുന്ന കാര്യം. അല്ലാതെ നമ്മൾ സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ കൂടുതൽ മറ്റുള്ളവരെ സംശയത്തിലേക്ക് വിടാമെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ സംശയിപ്പിക്കുക എന്നുള്ളത് അർത്ഥമല്ല, അങ്ങനെയുള്ള ഒരു ദൗത്യമല്ല നമുക്കുള്ളത്. പിന്നെയോ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രസംഗം കൊണ്ടും മറ്റുള്ളവരെ മനസ്സിലാക്കത്തക്കവണ്ണം ഒരു ദിവസം പ്രസംഗം ഒരുങ്ങുന്നെങ്കിൽ ഒരു ദിവസം നമ്മളും ഒരുങ്ങാനായിട്ട് ശ്രമിക്കണം. ഈ രണ്ടും ഒരുക്കം കൊണ്ട് മാത്രമേ ഒരു പ്രസംഗം മറ്റുള്ളവരിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി. ഞാൻ അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, ഞാനത് മലയാളത്തിൽ പറയാം. Knowing that God is a communicator who wants to use us as his mouthpiece, how will you change the way you think of yourself as a communicator? അപ്പം നമ്മൾ ഈ പർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? എങ്ങനെ എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണമെന്ന് അറിയാനായിട്ട്, ഇല്ലയോ? ആണോ? അപ്പൊ നിങ്ങള് ഭാവി പ്രസംഗിക്കും അല്ലേ? അവസരം കിട്ടിയാ പ്രസംഗിക്കും അല്ലയോ? അധിക പ്രസംഗം ആകരുതെന്നുള്ള, പ്രസംഗിക്കണം. അപ്പൊ പ്രസംഗിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ദൈവം ആണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്, ആണോ അല്ലയോ? അപ്പോ ദൈവത്തിന്റെ വായായിട്ട് നമുക്ക് വർത്തിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വായായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെ തന്നെ എങ്ങനെ ഒരുക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. ദൈവത്തിന്റെ വായായിട്ട് നിങ്ങളെ ഒരുക്കണം പ്രസംഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. പറഞ്ഞു മനസ്സിലായോ? ഇല്ല, ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. അതായത് പ്രവാചകന്മാര് അവരുടെ പ്രവചനങ്ങളെ പറയുമ്പോൾ അവരാദ്യം എന്തോ എന്തെങ്കിലും ചോദ്യമുണ്ട് ചോദിച്ചോ? ചോദ്യമില്ലേ? അപ്പൊ പ്രവാചകന്മാര് പ്രവചനം പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതായത് thus says the Lord എന്നാ പറയുന്നത്. എന്താ അവര് പറയുന്നത്? യഹോവയായ ദൈവം ഇപ്രകാരം അരുളി പറയുന്നത്. അപ്പൊ ആ അരുളി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനായിട്ടുള്ള അവകാശമുള്ള ആർക്ക്? പ്രവാചകന്. അപ്പം നമ്മള് എന്തെങ്കിലും പറയാനായിട്ട് അങ്ങ് തുനിയരുത്. അതിന് പകരം
ദൈവത്തിന്റെ മൗത്ത് പീസായിട്ട്, ദൈവത്തിന്റെ വായായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാൻ മാത്രമേ യഥാർത്ഥ പ്രസംഗിയാകാനായിട്ട്, യഥാർത്ഥ ഉപദേശിയാകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കൊരു ഉപദേശം പറയുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ, ദൈവത്തിന്റെ ഉപദേശമായിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പ്രസംഗവും രൂപാന്തരപ്പെടണം, നമ്മുടെ വായും രൂപാന്തരപ്പെടണം. അല്ലേ? പ്രസംഗിയുടെ വായും രൂപാന്തരപ്പെടണം, ഇല്ലയോ? തലേദിവസം നമ്മൾ വേറെ പലതും പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷം പ്രസംഗിച്ചാൽ എങ്ങനെ ഇരിക്കും? Thus says the Lord, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. അല്ലേ? ആൾക്കാർ നേരിട്ട് പറയാനായിട്ട് നമ്മുടെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ടൊന്നും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഉള്ളിൽ പലതും പറയുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചത് ഉത്തരം നിങ്ങൾ പറഞ്ഞില്ല. എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യും? ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഒരു പ്രസംഗം പറയാനായിട്ട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം. അല്ല, ഞാൻ ചോദിച്ചതിന്റെ സാരം. നമ്മൾ എത്ര പേരുണ്ട് ഇവിടെ ലൈനിൽ? എത്ര പേരുണ്ട്? 6 പേരുണ്ട്. 14 പേരുണ്ട് അല്ലേ? അപ്പൊ എല്ലാവരോടും ചോദിക്കാനായിട്ട് പറ്റുന്നില്ല. എങ്കിലും 2-3 പേരൊന്ന് പറഞ്ഞേ പെട്ടെന്ന്. നിങ്ങൾ എന്തോ ചെയ്യും? ഇത്രയും പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഇനി ഒരു പ്രസംഗം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. ഓക്കെ. കൃപ കിട്ടാൻ വേണ്ടി. വേറൊരാൾ പറഞ്ഞേ. ഒരു വിഷയം കിട്ടിയാൽ അത് ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കി അതിന്റെ വിശകലനം നടത്തും. ഓക്കെ. വേറൊരാള്? ബൈബിളിലെ വാക്യം വായിക്കും. ഓക്കെ. മനസ്സിലാകുന്നിടം വരെ വായിക്കും. വായിച്ചിട്ട് ഓക്കെ. ഓക്കെ. ഇതുവരെ ചെയ്ത കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു, ഇനിയും ചെയ്യണമെന്നുള്ള കാര്യമാണ്. അടുത്ത ആള്, വേറൊരാള് പറഞ്ഞു. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തോട് ചോദിക്കും എന്താണ് ഇതിന് നമ്മൾ പറയേണ്ടതെന്നുള്ള കാര്യങ്ങൾ ദൈവത്തോട് ചേർന്ന് അത് ധ്യാനിക്കും. ആ വിഷയത്തെ കുറിച്ച് എന്താണ് പറയേണ്ടത്, അപ്പൊ കഴിവതും നമുക്ക് പറയാനുള്ളത് ദൈവത്തിനോ തരും എന്ന് കേൾക്കുന്നവർക്ക് അത്രയും പോരാ. ഒരു ട്രഡീഷണൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ് വാ തുറക്കുക, വായ നിറയ്ക്കുമെന്നുള്ളത്. ചിലർ പറയാറുണ്ട് നിങ്ങളുടെ വായ തുറക്കുക, വായ നിറയ്ക്കുമെന്ന്. ഇല്ലയോ? അങ്ങനെ പറഞ്ഞിട്ടില്ലയോ? നിറച്ചു തരുമെന്ന്. അത് ഈ പ്രസംഗിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. പ്രസംഗിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. പ്രസംഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നേരെ പോയി പ്രസംഗിക്കരുത്. പ്രാർത്ഥിച്ച ഉടനെ ദൈവം തമ്പുരാൻ നമ്മളോട് സംസാരിക്കുമെന്നും പറഞ്ഞ് വേദപുസ്തകം വായിക്കണം. നമ്മൾ പറയുന്നതിന് ആധികാരികത ഉണ്ടാവണം. യിരെമ്യാ പ്രവാചകന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ പറയുന്നതിന് ആധികാരികത ഉണ്ടാവണം. യിരെമ്യാവ് പറയുന്നത് ഇന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം യിരെമ്യാ പറയുന്നത് ഇന്നതാണെന്ന് മറ്റുള്ളവരോട് പറയാനായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതും നമ്മൾ പറഞ്ഞതും വ്യത്യസ്തമാണെങ്കിൽ എന്തുമാത്രം തെറ്റായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലയോ? ശരിയല്ലേ? അതെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതൊക്കെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലും ഒരു ദിവ്യബോധനി സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ ആഴമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വചനം നമുക്ക് മറ്റുള്ളവരോട് ദൈവത്തിന്റെ വായായിട്ട് രൂപാന്തരപ്പെട്ട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളൊന്ന് എൻഗേജ് ചെയ്യണം. കുറച്ചുകൂടെ നിങ്ങളൊന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്നുകൂടെ ഒന്ന് പറയണേ. വിച്ച് ബാരിയർ ടു കമ്മ്യൂണിക്കേറ്റ് ഡു യു ഓഫൺ എൻകൗണ്ടർ? നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു തടസ്സം എന്താ?
ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചോദ്യമാണ്, പ്രാവർത്തികമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളുമാണ്. ഒന്ന് പറയാമോ? എന്തോ? സഭാകമ്പം ഫേസ് ചെയ്യാനുള്ള സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായി സഭാകമ്പം തോന്നുന്നു, അല്ലയോ? ഓക്കെ, അത് എല്ലാവർക്കും ഉള്ളതല്ലേ. നമ്മൾ എത്ര മാത്രം നമ്മൾ അതിനെ ഭേദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് നമ്മൾ അതിനകത്ത് പരിചയമുള്ളവരാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകണം. നമുക്ക് അവസരങ്ങൾ നമ്മൾ എന്നെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്, നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അപ്പം അത് മാത്രമേ ഉള്ളൂ, സഭാകമ്പം മാത്രമേ ഉള്ളൂ? ഇല്ല, കേൾവിക്കാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നുള്ള ഏത് രീതിയിലാണ് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്നുള്ള ഒരു സംശയം, ഒരാശങ്ക. അതെ. വേറൊരാള് പറഞ്ഞേ. നമ്മൾ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാരിയർ നമുക്കുണ്ടെന്ന് നമ്മൾ പറയുന്നതിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ പറയണ്ട. നമ്മളിങ്ങനെ ഒരു ചർച്ചയല്ലേ, നമ്മളൊരു ക്ലാസ് അല്ലേ, നമ്മൾ പരസ്പരം നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു കണക്കിന് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പറയാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ പറ. വേറൊരാള് പറഞ്ഞു. വാക്കുകൾ കിട്ടാതെ വരും. അതിന് ചെയ്യേണ്ട എന്തുവാ? ഞാൻ പറയുന്നത് കേൾക്കത്തില്ലയോ? വാക്കുകൾ കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട് അല്ലേ? അതിനെന്തോ ചെയ്യണം? അതിന് കൂടുതൽ വായിക്കണം, ഇല്ലയോ? കൂടുതൽ വായിക്കുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. നന്നായിട്ട് വായിക്കുക. പിന്നെ അടുത്തത് നമ്മുടെ പ്രവൃത്തിയും ഈ പ്രസംഗത്തിന് അതുപോലുള്ളതായിരിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണഗതിയിൽ എൻകൗണ്ടർ ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ടാണ്. അതിനനുസരിച്ച് പറയാമെന്ന് വിചാരിച്ചായിരുന്നു ചോദിച്ചത്. നിങ്ങൾ വേറെ എന്തെങ്കിലും പറയാണ്ടേ പറ, അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോവാം. ഉണ്ടോ? എന്തോ? എന്താണെങ്കിലും നിങ്ങൾ ഉറക്കെ അങ്ങ് പറഞ്ഞോ, ഞാൻ കേട്ടോളാം. ഞാനതിന് തിരിച്ച് പറഞ്ഞോളാം. ഇല്ല, അടുത്തത് പറയാം. ഹൗ ഹാവ് യു മാനേജ് ടു ഓവർകം ദാറ്റ് ബാരിയർ? ഇതുവരെ നിങ്ങൾ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥിക്കും. ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനുള്ള പ്രതിവിധിക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കും. ഓക്കെ. അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലേ? ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ? നേരത്തെ പ്രസംഗിച്ചവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അതെ, അങ്ങനെ വരട്ടെ. അല്ലെ, നമ്മൾ ഈ അബ്സ്ട്രാക്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു പോകാതെ നേരെ അപ്പൊ നമ്മൾ ദൈവത്തോട് ബന്ധമുള്ളവരാണ്, നമ്മൾ CSIക്കാരായതുകൊണ്ട് ദൈവം ഏറ്റവും അനുഗ്രഹിച്ച ആൾക്കാരാണെന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ സമ്മതിച്ചു ഞാൻ. അതൊന്നും അല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് അതൊന്നും പറയണ്ട. ദൈവത്തോട് പ്രാർത്ഥിക്കണം, അത് സത്യം തന്നെ, അതെല്ലാവരും ചെയ്യണം. പക്ഷേ ബാക്കി കാര്യങ്ങൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കാനായിട്ട്. അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ. നമ്മൾ ചോദിക്കുന്നവരെ കുറിച്ചും നമ്മളൊരു പഠനം നടത്തണം കേട്ടോ. അല്ലാതെ എല്ലാവരോടും ചെന്ന് ചോദിച്ചിട്ട് അതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കരുത്. അതാണ് നമുക്ക് ഏറ്റവും വലിയ കുഴപ്പം വരുന്നത്. ഓക്കെ, ഓർത്തോണം. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? പുസ്തകങ്ങൾ വായിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നത് നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ വെളിയിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് അടുത്തത്, how did the three implications of the definition of preaching
challenge you as a preacher of God's word. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ എല്ലാവരും ഓരോ അച്ഛന്മാരാണെന്നുള്ള രീതിയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടോ. ഞാൻ പറയുന്നത്, ക്ലാസ് എടുക്കുന്നത്, നിങ്ങളെല്ലാം എന്നും പ്രസംഗിക്കുന്നവരെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു പ്രീച്ചർ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദിച്ചത്. ഒന്ന് പറയാൻ പറ്റുമോ? ധൈര്യമായിട്ട് പറഞ്ഞു. തെറ്റിക്കോട്ടെ, തെറ്റുന്നതാണ് നല്ലത്. തെറ്റുണ്ടെങ്കിലേ ഒരു ശരി വരത്തുള്ളൂ. പറഞ്ഞോ. ബോറടിക്കുന്നോ? നിർത്തണോ? ബോറടിയൊന്നുമില്ല അച്ഛാ. എന്നാ പെട്ടെന്ന് പറ. നിങ്ങൾ പറയാതിരിക്കുമ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയാ. പെട്ടെന്ന് പറഞ്ഞു. ഒരു പ്രസംഗം കഴിയുമ്പോ വെച്ചാൽ കേൾവിക്കാര് കേൾക്കുന്നവര് ചിലരൊക്കെ അതിന്റെ എന്തെങ്കിലും കുറവുകളുണ്ടെ പറഞ്ഞു തരും. പിന്നെ ചിലര് അപ്രിഷിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ തെറ്റുകളെ തിരുത്തുകയും ചെയ്യാൻ സാധിക്കും അന്നേരം. ഞാൻ ചോദിച്ചത് അതുമല്ല. ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് നിങ്ങളെ എത്രമാത്രം വെല്ലുവിളിച്ചെന്നുള്ളതാണ്. നിങ്ങളെ എത്രമാത്രം വെല്ലുവിളിച്ചു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. ഒന്നുകൂടെ എന്റെ കുഴപ്പം, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്റെ കുഴപ്പം. ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ഇപ്പൊ മനസ്സിലാക്കാൻ കുറെ കഴിഞ്ഞു. അതുമല്ല, ഇതുവരെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഇപ്പൊ അത് കുറെ കൂടെ മനസ്സിലായി. നമ്മൾ ഇങ്ങനെ ആയിരിക്കണം. അല്ല, സ്പെസിഫിക് ആയിട്ട് പറ, ഏത് കാര്യമാണ്? നമ്മൾ കയറുമ്പോഴേ നമ്മൾ അത് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഏത് രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യണം, ഏത് രീതി ജനത്തോട് സംസാരിക്കണം എന്നത് മനസ്സിലായി. നാം പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ മൗത്ത്പീസ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടി. ദൈവത്തിന്റെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഏകദേശം എനിക്ക് അന്ന് സിഗ്നലിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഇങ്ങനെ മുറിഞ്ഞു വരുന്നത്. എനിക്ക് മനസ്സിലായി. അതായത് ഇനി ഞാൻ ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അതായത് ഇനി ഇതുപോലൊരു അവസരം കിട്ടിയാൽ ഇതൊക്കെ ആ പഠിച്ച കാര്യങ്ങളോട് ഉൾപ്പെടുത്തി നന്നായി ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ആ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു പ്രസംഗത്തിന് എങ്ങനെ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചില്ലേ? പ്രസംഗമായിരുന്നു മനസ്സിലാക്കണം. അത് വളരെ കറക്റ്റ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയേണ്ടത്. അതുകൊണ്ടാണ് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് പ്രാക്ടിക്കലായിട്ട് പ്രാവർത്തികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റിലത്തെ ചോദ്യം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന? പ്രിപ്പയർ ചെയ്യുന്നില്ല, നന്നായി കൂടുതൽ വായിച്ചും മനസ്സിലാക്കണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് സമയം തീരാറാകുന്നു. ഓക്കെ, ഇനിയും ക്വാളിറ്റീസ് ടു ഡെവലപ്പ് ആസ് എ കമ്മ്യൂണിക്കേറ്റർ. ഇനിയിപ്പം നമ്മൾ വേറൊരു രീതിയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോവാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ചില ക്വാളിറ്റീസ് അത്യാവശ്യമാണ്. കുറച്ച് സവിശേഷതകൾ നമുക്ക് വേണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മാത്രം ഇത് കാണുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മലയാളത്തിൽ ഞാൻ പറഞ്ഞോളാം. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ചില സവിശേഷതകൾ നല്ല ചില സവിശേഷതകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഓർക്കേണ്ടതായിട്ട് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇനിയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു വാക്കൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു വാക്കിനകത്ത് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. അതുകൊണ്ട് ആ വാക്ക് മനസ്സിലാക്കും. ഞാൻ പറയുമ്പോൾ അത് എഴുതിക്കൊണ്ട് നിങ്ങൾ സമയം കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പകരമായിട്ട് ശ്രദ്ധിക്കാമെങ്കിൽ എപ്പോഴും പെട്ടെന്ന് അതിൻ്റെ റെസ്പോൺസ് പറയാനായിട്ട് സാധിക്കും.
ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ക്വാളിറ്റി ഈസ് എംപതി എന്നുള്ളതാണ്. എംപതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സിംപതി എന്ന് പറഞ്ഞാൽ അറിയാമോ? അനുകമ്പ എന്ന് പറഞ്ഞാൽ അനുകമ്പയുടെ ഒരു, നമ്മള് കയ്യാലപ്പുറത്ത് ഇരുന്നുകൊണ്ട് താഴെ കിടക്കുന്ന ഒരുത്തനെ കാണുന്നതിനാണ് സിംപതി എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായി? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരുത്തൻ താഴെ വീണു, നമ്മൾ മുകളിൽ നിന്ന് അയ്യോ എന്തോ ചെയ്യും, അതൊന്നും താഴെ വീണല്ലോ, നമ്മൾ വേറെ ആൾക്കാരോടെല്ലാം ചെന്ന് പറയും ഇന്ന ഒരാൾ താഴെ വീണു എന്തോ ചെയ്യാനാ എന്നൊക്കെ പറയും. അതിനാണ് സിംപതി എന്ന് പറയുന്നത്. ഇപ്പൊ അവൻ താഴെ വീണ ഉടനെ അവന്റെ കൂടെ എടുത്ത് താഴോട്ട് ചാടുന്നതിനാണ് എന്ത് പറയുന്നത്? എംപതി എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? എന്നാ സിംപതി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളിപ്പം ചെയ്യുന്ന കാര്യങ്ങളാണ് സിംപതി എന്ന് പറയുന്നത്. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് സഹതാപം. അത് തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള സഹതാപത്തിനാണ് സിംപതി എന്ന് പറയുന്നത്. എംപതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആളുമായിട്ട് ഏകീഭവിക്കുന്നതിനാണ് എംപതി എന്ന് പറയുന്നത്. അതായത് the ability to understand and share another person's experiences, thoughts and emotions. അപ്പൊ നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് എംപതി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളെ വീക്ഷിക്കാനായിട്ടുള്ള ഒരു അഭിരുചി അഥവാ ഒരു സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രസംഗിക്കുമ്പോൾ. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമയത്തിൻ്റെയും കൂടെയാണ്. നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുഖം നമുക്ക് നോക്കണം, അവരുടെ മനോഭാവം, അവരുടെ റെസ്പോൺസ് എല്ലാം മനസ്സിലാക്കി നമ്മൾ പറയുമ്പോൾ പ്രസംഗം കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയണം. ഒരു സ്കില്ലാണല്ലോ, അഭിരുചിയാണല്ലോ. അപ്പം അവരുടെ ഭാഗത്ത് നിൽക്കാനായിട്ട് കഴിയണം, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം, അവരുടെ ചിന്തകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, അവരുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രസംഗം അവർക്ക് അനുഭവവേദ്യമാക്കാനായിട്ട് സാധിക്കൂ. എംപതി ഈസ് സിനോണിമസ് വിത്ത് ഇമാജിനേഷൻ. എംപതി എന്ന് പറഞ്ഞാൽ ഒരു അല്ലെങ്കിൽ നമ്മുടെ അനുമാനം കൂടെ അതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? നിങ്ങളെ മൈക്ക് ഓണാക്കി ഇട്ടോ, ഇതിനിടയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പാട്ടൊന്നും അല്ല പാടുന്നത്. മൈക്ക് ഓണാക്കിയിട്ടാണ് നിങ്ങൾക്ക് പറയുന്നത് അങ്ങ് കേൾക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനേഷൻ എന്നും വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് സാധിക്കും. ഒന്ന്, നമ്മൾ ശരിയായിട്ട് ഒരാളിനെ അറിയത്തില്ല അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അറിയത്തില്ലെങ്കിലും നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടാവണം. നമുക്കൊരു ഒരു കാഴ്ചപ്പാട്, മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, സാഹചര്യത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കൂടുതൽ ഫലവത്തായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഘടകമാണ്. ഇമാജിനേഷൻ ഓൾസോ allow us to enter the mind of Bible authors and witness the scenes. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരോട് മാത്രമല്ല എംപതി കാണിക്കേണ്ടത്, പിന്നെ ആരോടാ? ഒരു പ്രസംഗി അല്ലെങ്കിൽ ഒരു വേദപുസ്തകത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം ആ ആളിനുണ്ടാവേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിന്റെ ഭാഗത്ത് നിൽക്കാനും സാധിക്കണം, നമ്മൾ പറയുന്ന വേദപുസ്തകത്തിലെ കഥാപാത്രത്തിന്റെ ഭാഗത്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പോ യിരെമ്യാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യിരെമ്യാവിന്റെ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോകണം. യിരെമ്യാവിന്റെ തടവറയിൽ ഇരിക്കണം. ആ രീതിയിൽ നിൽക്കുവാനും നമ്മളിപ്പോൾ ഈ കണ്ടംപററി അല്ലെങ്കിൽ ഈ വർത്തമാന കാലത്ത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓഡിയൻസിനെ അവരുടെ ഭാഗത്ത് നിൽക്കുവാനായിട്ട് സാധിക്കണം. അതിൻ്റെ മിഡിലായിട്ട് നിന്നുകൊണ്ടാണ് ഒരു പ്രീച്ചർ അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? അതിനാണ് എംപതി എന്ന് പറയുന്നത്. ആ ഒരു ക്വാളിറ്റിക്കാണ് എംപതി എന്ന് പറയുന്നത്. മനസ്സിലായോ?
മനസ്സിലായി. അപ്പോൾ ഇമാജിനേഷൻ അലൗസ് യു ടു എൻ്റർ ദ മൈൻഡ് ഓഫ് ബൈബിൾ ഓതേഴ്സ് ആൻഡ് വിറ്റ്നസ് ദ സീൻസ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ യിരെമ്യാവിൻ്റെ ഭാഗത്ത് നിന്ന് യിരെമ്യാവിൻ്റെ കാലഘട്ടത്തെ നന്നായിട്ട് അതിനോട് ചേർന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരെ വിശദീകരിക്കുമ്പോൾ കുറച്ചുകൂടെ എന്തായിരിക്കും, കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കും, കുറച്ചുകൂടെ ആധികാരികമായിരിക്കും, കുറച്ചുകൂടെ കേൾക്കുന്നവർക്ക് ഒരു ഒരു സാക്ഷ്യം പറയുന്നത് പോലെ, ഒരു വിറ്റ്നസ് പോലെ അനുഭവപ്പെടുവാനായിട്ട് സാധിക്കും. Imagination allows you to enter the minds of your listeners, anticipating their questions and objections. അവർ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ചോദ്യങ്ങളും അവരുടെ അല്ലെങ്കിൽ അവരുടെ എതിർപ്പുകളും എല്ലാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും എമ്പതി ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അഭിരുചി ഉള്ള ആളാണെങ്കിൽ, നമുക്ക് അവർ ചോദിക്കുന്നതിന് മുമ്പേ, അവരെതിർക്കുന്നതിന് മുമ്പേ നമുക്ക് അവരുടെ ലോകത്തിലേക്ക്, അവരുടെ മനസ്സിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം, ഇമാജിനേഷൻ അലൗസ് യു ടു സീ ദ യൂണിവേഴ്സൽ ഇൻ ദ പർട്ടിക്കുലർ. സർവലൗകികമായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മുടെ തൊട്ടടുത്ത കാര്യമായിട്ട്, നമ്മുടെ പരിസരത്തുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എമ്പതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പ്രസംഗിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. എന്താണ് ക്ലാരിറ്റി എന്ന് ഞാൻ പറയാതെ തന്നെ പറയാമല്ലോ അല്ലേ? എന്താണ് ക്ലാരിറ്റി? എന്താ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് വ്യക്തത എന്നാണ് അല്ലേ? വ്യക്തത ഉണ്ടാവും. ഓക്കെ. They read from the book, from the law of God clearly, and they gave the scenes so that the people understood the reading. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് വായിക്കാമോ? നെഹമ്യാവ് 8-ാമത്തെ അധ്യായം 8-ാം വാക്യം. നമ്മുടെ സമയം കഴിഞ്ഞോ? മൂന്നര വരെ സമയം. ഓക്കെ, നോ പ്രോബ്ലം. ഒന്ന് വായിക്കാമോ? എന്നിട്ട് സ്പീഡിൽ അങ്ങ് പോവാം. നെഹമ്യാവ് 8:8. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രസംഗിക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണം, വ്യക്തത ഉണ്ടാവണം. അപ്പം വ്യക്തത എന്ന് പറയുന്നത് വേദപുസ്തകം വായിക്കുന്ന കാര്യം. ഇപ്പൊ നമ്മൾ പ്രസംഗിക്കുന്ന ഒരു വാക്യം വ്യക്തമായിട്ട് വായിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആ വാക്യത്തെ കൂടി മറ്റുള്ളവരോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരു ശക്തമായ വ്യക്തത നമുക്ക് ഉണ്ടാവണം. പറഞ്ഞ മനസ്സിലായോ? The clearer a concept is in your own mind, the clearer you will be able to communicate it to others. നമ്മുടെ മനസ്സിൽ എത്രമാത്രം ക്ലാരിറ്റി ആ കാര്യത്തെക്കുറിച്ചുണ്ടോ, നമ്മൾ പറയുന്ന ആശയത്തെക്കുറിച്ചുണ്ടോ, അത്രമാത്രം ക്ലാരിറ്റി ജനങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് കഴിയും. വേദപുസ്തകം വായിക്കണ്ട, ഇങ്ങോട്ട് നോക്കിയോ. ഞാൻ അതിനകത്തുനിന്നൊന്നും പറയാനല്ല ശ്രമിക്കുക, ഞാനതൊരു ജസ്റ്റ് ഒരു കോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കട്ടായോ? ഹലോ? ഇല്ല. ഓക്കെ. നിങ്ങളെങ്ങനെ സ്റ്റില്ലായിട്ട് കാണുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ച. ഓക്കെ, ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? വേദപുസ്തകത്തിന്റെ നെഹമ്യാവിന്റെ പുസ്തകം വായിച്ച്, നെഹമ്യാവ് 8:8 വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നോ? നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ആശയത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്കും ആ ആശയത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടാകുമെന്നാണ് വിവക്ഷ. മനസ്സിലായോ? മനസ്സിലായോ? One of the keys to clarity is developing a logical mind. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു ലോജിക് ഉണ്ടാവണം. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്രാഫ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുവാനായിട്ട് സാധിക്കും. നമ്മൾ
നമ്മൾ പക്ഷെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും പറയേണ്ട സന്ദർഭത്തിൽ നമ്മൾ ഉടനെ ഉണ്ടാക്കേണ്ടി വരുമെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം അത് നന്നായിട്ട് നമുക്ക് പറയുന്ന, എഴുതുന്ന, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ലോജിക്കൽ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു. അത് നന്നായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രേരക ഘടകമാണ്. മാത്രമല്ല, സ്റ്റേജ് ഫിയറിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടി ഉണ്ടാകുന്നതിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. നമുക്കൊരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തതയില്ല, അറിവില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ നമ്മുടെ മുട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ആ മുട്ടിന്റെ അടി ഇച്ചിരി കൂടും. അറിവില്ലായ്മ നമുക്ക് ഒത്തിരി അധികം നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിഘാതങ്ങളാണ് എന്നുള്ളത് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ബാരിയേഴ്സിനെ എല്ലാം നമ്മൾ അതിജീവിക്കാനായിട്ട് സാധിക്കണം. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പാഷനാണ്. നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ചൊരു ആവേശം ഉണ്ടാവണം. നമ്മൾ എന്തെങ്കിലും പറയേണ്ടതിന് വേണ്ടി വിമൻസ് സൺഡേ വരുന്നു, അപ്പോൾ ഇന്ന ആള് പ്രസംഗിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞു. അത് മാത്രമാകരുത് നമ്മുടെ പ്രേരക ഘടകം. നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ആവേശം, ഒരു വലിയ ഒരു താല്പര്യം, അമിതമായ ഒരു താല്പര്യം ഇല്ലെങ്കിൽ അത് വായനയിൽ കൂടിയും പറയാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളുടെ ക്രോഡീകരണത്തിൽ കൂടിയൊക്കെ നമുക്കത് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും. പാഷൻ is the ability to feel deeply about your subject. നിങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പറയാൻ, വളരെ ശക്തിയോടെ പറയാനായിട്ട് നിങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാകും. ഇപ്പം നമ്മൾ രക്ഷയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ രക്ഷയെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടതും അല്ലെങ്കിൽ I may not have any passion to preach about salvation. ദൈവം നമുക്ക് നൽകിയതായ സൗജന്യമായ രക്ഷയെക്കുറിച്ചുള്ള ഒരു ആവേശമോ അതിനെക്കുറിച്ചുള്ള അമിത താല്പര്യമോ എനിക്കില്ലെങ്കിൽ എനിക്ക് ആ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ആഴമായ ഒരു താല്പര്യം, അമിതമായ ഒരു ആവേശം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അതാണ് ചില ആൾക്കാർ പ്രസംഗിക്കുന്ന സമയത്തൊന്ന് ശരീരഭാഷയിൽ കൂടിയൊക്കെ അവരുടെ ആവേശം കാണിക്കാറുണ്ട്, അല്ലയോ? ചിലപ്പോൾ ശബ്ദം കൂട്ടി പറയും, ചിലപ്പം ശബ്ദത്തിന്റെ ആ ഒരു വേരിയേഷനിൽ കൂടെ ഒക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതൊരു വൈകാരികമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. പിന്നീട് ഫോർത്ത് ക്വാളിറ്റി ഈസ് ഹ്യൂമർ. നമ്മൾ പറയുന്നതിനകത്ത് എപ്പോഴും ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവണം, തമാശ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മുഖം ഒന്ന് ഇടയ്ക്കൊന്ന് ചിരിക്കണം. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കില്ലേ? പക്ഷെ നമ്മൾ പറയുന്നതിനിടയ്ക്ക് എന്ത് വേണം, ഒരു സ്മൈൽ, എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ അതിനെ ഒരു ഹ്യൂമർ സെൻസിലേക്ക് കൊണ്ടുപോകത്തക്കവണ്ണം എന്തെങ്കിലും ഒരു പിടിവള്ളി നമുക്ക് അന്നേരം ഉണ്ടാവണം. അത് കൂടുതൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ കയ്യിലെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ക്വാളിറ്റിയിൽ വേറൊരെണ്ണമാണ് ഹ്യൂമർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങളെങ്കിലും കുറഞ്ഞ പക്ഷം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ച് സമയം മാത്രമേ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടും സമയമെടുക്കാമെന്ന് വിചാരിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിക്കുന്നവർ ഉറക്കം പറയണം, മൈക്ക് ഓൺ ആക്കിയിട്ട് കേട്ടോ. നിങ്ങൾ മിണ്ടാതിരിക്കുന്നതിന്റെ അർത്ഥം ഒന്നിലെല്ലാം മനസ്സിലായി അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല എന്നായിരിക്കും.
മനസ്സിലായ കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഒന്നും ഇല്ല എന്ന് മനസ്സിലാകാതായില്ല. പറഞ്ഞു. എന്നാലും എല്ലാം മനസ്സിലായില്ല. കുറച്ചൊക്കെ കുറെ എല്ലാം ഗ്രഹിച്ചിട്ടുണ്ട്. പ്രസംഗത്തെ കുറിച്ച് എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ ഒരുങ്ങി പോകണം, അത് അവിടെ എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ മനസ്സിലായി. എന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഹെർമന്യൂട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ എന്തോ ആണ് സംഭവം? മീൻകറി ഉണ്ടാക്കാൻ അറിയാം ഇല്ലയോ? ചിലർക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും മീൻകറി ആണെന്നറിയാം. എങ്ങനെയാണെന്നറിയാമോ? അത് കഴിച്ചു നോക്കുമ്പോ അറിയാം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ചോദിക്കൂ. ചോദിക്കുന്നത് എനിക്കും പ്രയോജനമാണ്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാർക്കും പ്രയോജനമാണ്. ഒരു വൈസ് ചോദ്യം ഒരുപക്ഷെ ഞാൻ ഇതുവരെ പഠിപ്പിച്ചതിനേക്കാളും നന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നിങ്ങളെ ചലഞ്ച് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറ. സംഗീത കൊച്ചമ്മ ഒന്നും പറയുന്നില്ലേ? സംഗീത കൊച്ചമ്മ അവിടെ ഇല്ലേ? ഉണ്ട്. പറ എന്തേലുമൊക്കെ. ഭാഷയിലുള്ള അന്തരം കുറയ്ക്കുന്നത് ഇപ്പൊ ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടോ അപ്പം ആ കാലഘട്ടത്തെ നമ്മളിപ്പം ആയിരിക്കുന്ന ഈ പ്രസന്റ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി കോണ്ടക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് വായിക്കുമ്പോഴുണ്ടാകുന്ന അതിന്റെ അന്തരം മനസ്സിലാക്കുവാൻ. അതെ അതെ. അതാണോ കൊച്ചമ്മ കംപ്ലീറ്റ് ചെയ്തോ? അതോ ഇനിയും പറയുന്നോ? ഓക്കെ. അല്ല, ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് അന്തരം കുറയ്ക്കുക എന്നുള്ളതാണ്. ആ വാക്കുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് മനസ്സിലായി. അല്ലേ? എല്ലാ വ്യത്യാസങ്ങളുടെ അന്തരം കുറയ്ക്കാനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കുന്നത് മുഖാന്തരം സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇനിയും പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മളൊരു ഒരു ക്രിട്ടിക്കൽ മൈൻഡ് നമുക്കുണ്ടാവണം. നമ്മൾ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് ഒരു ഓരോ ഭാഗത്ത് പോകുന്ന സന്ദർഭത്തിൽ ആ ഭാഗത്ത് തന്നെ ചില ചോദ്യങ്ങൾ ഉണ്ടാകണം. ഇപ്പം ഫോർ എക്സാമ്പിൾ 73-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി, ഈ മനുഷ്യൻ എന്തിന് ഇത് പറഞ്ഞു? ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ആ സങ്കീർത്തനക്കാരനോടും ഓതറിനോടും ഒക്കെ ചോദിക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവണം. എന്തിനാണ് പറഞ്ഞത്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? പിടികിട്ടിയോ? അല്ല, 2-3 പ്രാവശ്യം വായിക്കുമ്പം നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആ ആളിനോട് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ ലിറ്ററലി അല്ലെങ്കിലും നമ്മൾ ആ ഓതറിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ വേറൊരു രീതിയാണ് ഒന്നിലൊരു പുസ്തകം വായിച്ച് അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാകും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒക്കെ കാര്യം, അല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യല്ലേ, പറയുന്നേ ഉള്ളൂ. നമുക്ക് നിർത്താം. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, എനിക്ക് കുഴപ്പമില്ല.
3:30 വരെ ഉണ്ട് സമയം. ഇനി 9 മിനിറ്റ് കൂടെ ഉണ്ട്. ഒരു എക്സസൈസ് നമുക്ക് ചെയ്താലോ? ഇപ്പം വേണ്ട, ഒരു അസൈൻമെന്റ് തന്നാലോ? തരട്ടെ? പറ്റുന്ന പോലെ ചെയ്യാം. പറ്റുന്ന പോലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റാത്ത പോലെ നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം. അതായത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളൊരു പ്രസംഗം തയ്യാറാക്കുക കേട്ടോ. എന്താ സംഭവം എന്നറിയാമോ? ഞാൻ കേട്ടില്ല, ഭാവം ഒന്നുകൂടെ പറയണേ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെ. ഇപ്പം വേണ്ട, ഇപ്പം ചെയ്യാനല്ല ഞാൻ പറഞ്ഞു. നിങ്ങള് ഇനിയുള്ള ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ അധ്വാനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 40 നിമിഷം ഇരുന്ന് ഒരു പ്രസംഗം തയ്യാറാക്കുക. അപ്പൊ നമ്മൾ ആ പ്രസംഗം തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ ഒരു പ്രസംഗം നിങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിക്കുകയും ചെയ്യണം കേട്ടോ. എന്തോ സംഭവം അത്? കുഷ്ഠരോഗിയുമായിട്ടൊന്ന് സംസാരിക്കണം കേട്ടോ. അയ്യോ, അന്നേരം ഇനി ഞാന് തൽക്കാലം നിർത്തുന്നു. ഇനിയും ബാക്കിയുള്ള ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. അത് എഴുതണോ അച്ഛാ? ഇത് എഴുതുകയാണോ? എഴുതാതെ പിന്നെ ഞാൻ എങ്ങനെ അറിയും? അതല്ല, നമ്മളൊരു പ്രസംഗം എഴുതുന്ന പോലെ എഴുതണോ, അതോ ഇതിന്റെ കണ്ടന്റ് മാത്രം മതി? എഴുതാതെ നമ്മൾ എങ്ങനെ പറയും? എഴുതണ്ടേ? അങ്ങനല്ല, അതിന്റെ കണ്ടന്റ് മാത്രം എഴുതിയാൽ മതിയോന്ന് ചോദിച്ചേ. നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ. നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ മാത്രം എഴുതല്ലേ? ഞാൻ അതിനല്ല നമ്മൾ ഇത്ര നേരം കാര്യം പറഞ്ഞേ. അതിന്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കി അതിനുള്ള സംവിധാനങ്ങളൊക്കെ വേണം. അന്നത്തെ കാലത്തെ കുഷ്ഠരോഗിയുടെ അവസ്ഥ, അന്നത്തെ കാലത്തെ കുഷ്ഠരോഗി എങ്ങനെയൊക്കെയാണ്, ആ കുഷ്ഠരോഗിയെ എങ്ങനെയൊക്കെയാണ് മനുഷ്യർ കണ്ടിരുന്നത്, കൾച്ചർ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾ നോക്കണം ആ നിങ്ങൾ എഴുതിയേക്കുന്ന പ്രസംഗം അത് ഏത് കാറ്റഗറി വരുന്ന, ടോപ്പിക്കൽ ആണോ, ടെക്സ്ച്വൽ ആണോ, എക്സ്പോസിറ്ററി ആണോ, ബയോഗ്രാഫിക്കൽ ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞോ എന്നുള്ളതും കൂടെ നോക്കണം. പിടികിട്ടിയോ? അങ്ങനെ 2-3 എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കുറച്ചുകൂടെ ഇതിനോട് നീതി പുലർത്താൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത 2-3 ക്ലാസ്സിൽ കൂടെ ബാക്കി കാര്യങ്ങൾ പറയാം. ഇന്നത്തെ നമുക്ക് നിർത്താം. ഓക്കെ, ക്ലാസ്സുകളുടെ അടുത്ത കാര്യങ്ങൾ പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി പറയുന്നു. ക്ലാസ് എടുത്ത അച്ഛനോടുള്ള നന്ദി പറയുന്നു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എബ്രഹാം സത്യനാരായണ അച്ഛൻ എടുത്ത ആ ടോപ്പിക്കുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടതല്ലയോ, ഭാഷയുടെ വ്യാഖ്യാനം ഒക്കെ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് നാളെയും ഇനി നമുക്ക് അടുത്ത തിങ്കളാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പൊ ഈ ദിവസങ്ങളിൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഈ ആഴ്ച പഠിപ്പിച്ചതൊക്കെ ഒന്നുകൂടെ നോക്കണം. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ ആദ്യം തൊട്ടേ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് അവസാനത്തേക്ക് നന്നായിട്ട് പഠിക്കാൻ ഒക്കത്തുള്ളൂ.
നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ദൈവമേ സ്വർഗസ്ഥപിതാവേ, ഈ ഉച്ച കഴിഞ്ഞ സമയം കർത്താവെ നിന്റെ വചനത്തിന് മുന്നിൽ ഞങ്ങൾ ധ്യാനിക്കുവാനും അത് ഞങ്ങൾക്കും മനസ്സിലാക്കി തരുവാനും ഞങ്ങളെ ഉപയോഗിച്ച അച്ഛനെ ഞങ്ങൾ ഈ സമയം ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, ചെയ്യുന്നു. കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം അത് മനസ്സിലാക്കുവാനും കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തെ പ്രാവർത്തികമാകുവാനും ഒക്കെ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒക്കെ ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. അതിന്റെ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുവരുവാനൊക്കെ നീ ഞങ്ങളെ സഹായിച്ചുവല്ലോ കർത്താവെ. അതിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യണപ്പ. ഇന്ന് കൂടി വന്നിരിക്കുന്നവരെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കൊച്ചുമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത എല്ലാ വലിയ കഴിവുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ നടത്തിയ വഴികളെല്ലാം ഒരിക്കൽ കൂടി തന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പിരിയുന്നു, പിരിയാത്ത ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ പൊതുവെ ദിവ്യബോധനയെ കുറിച്ച്? വത്സമാമ എന്ന് കേറിയിട്ടില്ല, ആശ കൊച്ചമ്മ കേറിയിട്ടില്ല, പിന്നെ ഓമന മനു കേറിയായിരുന്നു, ഇറങ്ങി എന്തോന്ന് അറിഞ്ഞു.